എല്ലാ കണ്ണുകളും കൊല്ലത്തേക്ക്. നിങ്ങൾക്കറിയുന്നത് പോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി വയ്ക്കുന്ന ചുവടുവയ്പ്പുകളുടെ സൂചന കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിലൊക്കെ തന്നെ ഒരു മൂന്നാം ഊഴം കിട്ടും. അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന് സൂചന കൂടി വരുന്നു. ചെങ്കടലായി കൊല്ലം. CPM-ന് എന്നും ബംഗാൾ ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ചില ഉപദേശങ്ങളും വന്നു. തുടർഭരണത്തിൻ്റെ മോശം പ്രവണതകളിൽ ജാഗ്രത പാലിക്കണമെന്ന CPM-ൻ്റെ സംഘടനാ റിപ്പോർട്ട്. ബംഗാളിലെ സ്ഥിതി പാഠമാക്കണം. ഭരണത്തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത്. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങൾക്ക് വരാൻ പാടില്ല. നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ നടത്തിയ ഇടപെടൽ മധ്യവർഗത്തിൽ സ്വാധീനമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. കൊല്ലം ബീച്ചിൽ നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരും. അതേപോലെ മറ്റുള്ളവരും നമുക്ക് ഒപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ബംഗാളിൻ്റെ ദുരന്തം തീർച്ചയായിട്ടും ഈ CPM-നെ വിടാതെ പിന്തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ബംഗാൾ ഒരു പാഠമാകണമെന്ന നിർദ്ദേശമാണ് CPM-ന്റെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം തുടർഭരണം ലഭിക്കുമ്പോൾ പാർട്ടി ഒരു അധികാര കേന്ദ്രമായി മാറും. അതോടൊപ്പം തന്നെ മറ്റു ദുഷ്പ്രവണതകളും പാർട്ടിക്കകത്തേക്ക് നേതാക്കളിലേക്ക് പ്രവർത്തകരിലേക്ക് കടന്നുകൂടും. ഇതിനെതിരെ കർശനമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ബംഗാൾ കേരളത്തിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ സംഘടനാ റിപ്പോർട്ട് നൽകുന്നത്. ഒപ്പം തന്നെ മധ്യവർഗത്തെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിപ്പിച്ചപ്പോൾ ഇക്കാര്യത്തിൽ നേട്ടമുണ്ടാക്കാനായി. എന്നാൽ ഇനിയും മധ്യവർഗത്തിലേക്ക് കടന്നു കയറേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിൽ വിശ്വാസകാര്യങ്ങൾ പങ്കെടുക്കുന്ന സ്ത്രീകളെ BJP രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു. അക്കാര്യത്തിലും ജാഗ്രത പാലിക്കണമെന്നാണ് റിപ്പോർട്ട്. നവകേരള രേഖയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വികസന പദ്ധതികളിൽ നിന്ന് യൂസർ ഫീ അല്ലെങ്കിൽ സെസ് പിരിക്കേണ്ട കാര്യം ആലോചിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള നിർദ്ദേശം വന്നിരുന്നു. അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടിയുടെ ഒരു മാൻഡേറ്റ് വാങ്ങി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതിന്റെ കാരണമെന്നാണ് നേതാക്കൾ പറയുന്നത്.